ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുമ്പോൾ 1,00,000 രൂപ ലോട്ടറി അടിച്ച ഒരാൾ അത് മുഴുവൻ ഒരു അനാഥാലയത്തിന് ദാനം ചെയ്തു എന്നൊരു വാർത്ത കാണുന്നു. നമ്മളത് കാണുമ്പോൾ നല്ല കാര്യം എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അടുത്ത പോസ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്തു പോകും. ചിലപ്പോൾ ഒരു ലൈക്ക് കൊടുക്കും. എന്നാൽ അതേസമയം ഒരു പ്രമുഖ വ്യക്തി വലിയൊരു തട്ടിപ്പ് നടത്തി പിടിയിലായി എന്നോ അല്ലെങ്കിൽ ഭീകരമായ ഒരു അപകടം നടന്നു എന്നോ ഒരു വാർത്ത കണ്ടാലോ, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ബാക്കി വിവരങ്ങൾ എന്താണെന്ന് മുഴുവൻ വായിക്കും. കമൻറ്റ് ബോക്സ് എടുത്തു നോക്കും. അത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യും. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ എന്താണ് ഇങ്ങനെ, എനിക്ക് നെഗറ്റീവ് കാര്യങ്ങളോടാണോ താല്പര്യം എന്ന്. എന്നാൽ വിഷമിക്കേണ്ട, നിങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള ഭൂരിഭാഗം മനുഷ്യരും ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ നെഗറ്റീവ് വാർത്തകൾ നമ്മളെ കാന്തം പോലെ ആകർഷിക്കുന്നത്? ഇതിനു പിന്നിലെ യഥാർത്ഥ സൈക്കോളജി എന്താണെന്ന് നമുക്ക് ഈ 5 മിനിറ്റിൽ കൃത്യമായി മനസ്സിലാക്കാം. പരിണാമവും നമ്മുടെ അതിജീവനവും. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തലച്ചോറിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ്. ഇതിനെ സൈക്കോളജിയിൽ നെഗറ്റിവിറ്റി ബയാസ് എന്ന് വിളിക്കുന്നു. പണ്ട് നമ്മൾ കാടുകളിൽ ജീവിച്ചിരുന്ന കാലം ഒന്ന് ആലോചിച്ച് നോക്കും. അന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം ജീവനോടെ ഇരിക്കുക എന്നത് മാത്രമായിരുന്നു. ഒരു മരത്തിൽ നല്ല മധുരമുള്ള പഴമുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതിനേക്കാൾ പ്രധാനം ആ മരത്തിൻ്റെ പുറകിൽ നമ്മളെ കൊല്ലാൻ എന്തെങ്കിലും വന്യമൃഗം ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കലായിരുന്നു. കാരണം പഴം നഷ്ടപ്പെട്ടാൽ അടുത്ത തവണ തിന്നാം, പക്ഷേ വന്യമൃഗത്തിൻ്റെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ പോകും. അതുകൊണ്ട് അപകടങ്ങളെയും നെഗറ്റീവ് കാര്യങ്ങളെയും എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കാനും അതിനോട് പെട്ടെന്ന് പ്രതികരിക്കാനും നമ്മുടെ പൂർവികർ പഠിച്ചു. ആ ഒരു കോഡിംഗ് തന്നെയാണ് ഇന്നും നമ്മുടെ തലച്ചോറിനുള്ളത്. നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ അമിഗ്ഡല എന്നു പേരുള്ള ബദാം പരിപ്പിൻ്റെ വലിപ്പമുള്ള ഒരു ചെറിയ ഭാഗമുണ്ട്. ഭയം, ഉത്കണ്ഠ, അപകട സൂചനകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഈ ഭാഗമാണ്. നമ്മളൊരു പോസിറ്റീവ് വാർത്ത കാണുമ്പോൾ അമിഗ്ഡല വലിയ മാറ്റമൊന്നും കാണിക്കാറില്ല. എന്നാൽ ഒരു നെഗറ്റീവ് വാർത്തയോ അപകട സൂചനയോ കാണുമ്പോൾ ഇത് പെട്ടെന്ന് ഉണരുകയും നമ്മുടെ ശരീരത്തിലേക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. തലച്ചോർ നമ്മളോട് പറയുകയാണ്, ദാ അവിടെ ഒരു അപകടമുണ്ട്, ശ്രദ്ധിക്കൂ. ഇന്ന് നമ്മുടെ ചുറ്റും കാടുകളോ വന്യമൃഗങ്ങളോ ഇല്ല, പക്ഷെ നമ്മുടെ മുന്നിലുള്ള സ്മാർട്ട് ഫോണിലെ നെഗറ്റീവ് വാർത്തകളെയും തർക്കങ്ങളെയും ഒരു അപകട സൂചനയായിട്ടാണ് തലച്ചോറിലെ അമിഗ്ഡല ഇപ്പോഴും കാണുന്നത്. നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് തലച്ചോർ ആ വാർത്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ തിരിച്ചുവിടുന്നത്. പക്ഷേ അത് പലപ്പോഴും നമ്മളിൽ അനാവശ്യമായ ഭയവും സങ്കടവും മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ ബിസിനസ് വശം കൂടിയുണ്ട്. ഇന്നത്തെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾക്കും മനുഷ്യൻ്റെ ഈ സൈക്കോളജി കൃത്യമായി അറിയാം. മാധ്യമരംഗത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇഫ് ഇറ്റ് ബ്ലീഡ്സ് ഇറ്റ് ലീഡ്സ്. അതായത് ചോരയും കണ്ണീരും തർക്കങ്ങളുമുള്ള വാർത്തകൾക്കാണ് എപ്പോഴും കൂടുതൽ കാഴ്ചക്കാരുണ്ടാവുക. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ഒരു നെഗറ്റീവ് വാർത്തയിൽ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ ഫേസ്ബുക്കിൻ്റെയോ യൂട്യൂബിൻ്റെയോ അൽഗോരിതം വിചാരിക്കും നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ഇഷ്ടമെന്ന്. പിന്നീട് അവർ അതുപോലെയുള്ള വാർത്തകൾ നമ്മുടെ ടൈം ലൈനിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കും. ഇതിനെയാണ് നമ്മൾ ഡൂം സ്ക്രോളിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് നെഗറ്റീവ് വാർത്തകൾ കണ്ട് കണ്ട് അതിലേക്ക് ആഴ്ന്നു പോകുന്ന അവസ്ഥ. ഇത് തുടർന്നാൽ മനുഷ്യരിൽ വലിയ മാനസിക സമ്മർദ്ദവും ഡിപ്രഷനും ഉണ്ടാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായും ഉണ്ട്. ലോകത്ത് നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടി നല്ല കാര്യങ്ങളും സ്നേഹമുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ ഈ സ്വാഭാവിക രീതിയെക്കുറിച്ച് നമ്മൾ ആദ്യം ബോധവാന്മാരാകുക. ഒരു നെഗറ്റീവ് വാർത്ത കാണുമ്പോൾ ഇതെൻ്റെ തലച്ചോറിൻ്റെ ഒരു ബലഹീനത കൊണ്ടാണ് ഞാൻ കൂടുതൽ നോക്കുന്നത് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. മനഃപൂർവ്വം നല്ല വാർത്തകളും അറിവുള്ള കാര്യങ്ങളും തിരഞ്ഞു പിടിച്ച് കാണാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് പരത്തുന്ന വാർത്ത മാത്രം ഫോളോ ചെയ്യുക. നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനി മുതൽ സോഷ്യൽ മീഡിയയിലോ വാർത്തകളിലോ ഒരു നെഗറ്റീവ് കാര്യം കണ്ട് നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ ഓർക്കുക, ഇത് നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോർ പണ്ടേ പഠിച്ചു വെച്ച ഒരു കെണിയാണ്. ലോകത്ത് മോശം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നത് സത്യമാണ്, പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടി നല്ല കാര്യങ്ങളും സ്നേഹവും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വം നല്ല വാർത്തകളും അറിവുള്ള കാര്യങ്ങളും തിരിഞ്ഞു പിടിച്ച് കാണാൻ ശ്രമിക്കുക. നമ്മുടെ മാനസികാരോഗ്യം കാത്തുസൂക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു നല്ല ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി.